ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് റേഷനറി കൊണ്ട് ചെയ്തെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ. നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ് അരിപ്പൊടി വെച്ചിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് റേഷനറി കൊണ്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു കപ്പിന് 1 കപ്പ് റേഷനറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് കുതിർത്തെടുക്കണം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി തന്നെ അരി വെള്ളത്തിലിട്ട് വെക്കുക. ഇനി വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ വെള്ളത്തിലിടുക കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ആയപ്പോഴേക്കും നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് പച്ചരി ആണെന്നൊക്കെ തോന്നിട്ടോ. അത് റേഷനരി കുതിർന്ന് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ മുൻപ് നമ്മൾ ഏതൊരു റെസിപ്പി ചെയ്തപ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പച്ചരി കാണിച്ച് പറ്റിക്കുകയാണെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നല്ല പോലെ കഴുകി ഊറ്റിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം കേട്ടോ. ചില മിക്സിയിൽ കുറച്ചും കൂടെ വെള്ളം വേണ്ടി വരും, അത് കുഴപ്പമില്ല. ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇട്ടിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കാം. നമ്മൾ ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ തീ കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കുറുക്കിയെടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നല്ല പോലെ തിക്കായിട്ട് വരും കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് ആയപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ തിക്കായിട്ട് വരുന്നുണ്ട്. നമുക്കിത് കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിനാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു 4 മിനിറ്റ് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ റെഡിയാക്കിയത്. അത് ഓരോ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെടും. എന്തായാലും ഏറി വന്നൊരു 6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാം, ഇങ്ങനെ കുറുക്കിയെടുക്കാം. ഇനി ഈ മാവ് നമുക്ക് സേവനാഴിയിലേക്ക് നിറച്ച് കൊടുക്കാം. സേവനാഴിയുടെ ഉള്ളിൽ ഒന്ന് കഴുകണം കേട്ടോ. ആദ്യം കുറച്ച് വെള്ളം നനവുണ്ടെങ്കിലേ അത് ഒട്ടിപ്പിടിക്കാതെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ കഴുകി വെച്ചതാണെങ്കിലും ഉണ്ടാക്കുന്നതിന് തൊട്ട് മുൻപൊന്ന് കഴുകിയിട്ട് വേണം ഇതിലേക്ക് മാവ് നിറച്ച് കൊടുക്കാൻ. എന്നിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് ഇത് റെഡിയാക്കുന്നത്. അതിലേക്ക് മാവ് ഇതുപോലെ ചുറ്റിച്ചിട്ടിട്ട് നമുക്കിത് ആവി കയറ്റി എടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ റേഷനറി വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അരിപ്പൊടി വെച്ചിട്ട് പല ബ്രാൻഡിൻ്റെ അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ സോഫ്റ്റ് ആയിട്ട് കിട്ടും, ചിലപ്പോൾ ഹാർഡായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇതിന് വരില്ല കേട്ടോ. റേഷനറി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്